വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ 42ാമത്തെ ദശകമാണ് വയ്ക്കുന്നത്. സകടാസുര പദമാണിത്. 42ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകം തൊട്ട് 5ാമത്തെ ശ്ലോകം വരെ വായിക്കാം. 1ാമത്തെ ശ്ലോകം. കഥാപി ജന്മർക്ഷതിനേതവ പ്രഭു നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുര മഹാനസത്വാം സവിതേ നിദായസ മഹാനസാദോ വവൃതേ വ്രജേശ്വരീ. കഥാപി ജന്മർഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുര മഹാനസസ്വാം സവിതേ നിദായസ മഹാനസാദോ വവൃതേ വ്രജേശ്വരീ. കഥാ അഭി ജന്മ ഋക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിത ജ്ഞാതി വധൂ മഹീസുര മഹാ അനസഃ ത്വാം സവിതേ നിദായസ മഹാനസാദോ വവൃതേ വ്രജേശ്വരീ. അല്ലയോ പ്രഭോ, ഒരിക്കൽ അങ്ങയുടെ ജന്മദിനത്തിൽ ക്ഷണിക്കപ്പെട്ട ബന്ധുക്കൾ, സ്ത്രീകൾ, വിപ്രേന്ദ്രന്മാർ ഇവരോടുകൂടിയ ഒരു വ്രജനായികയായ യശോദ അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അടുക്കളയിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ശകടത്തിൻ്റെ അടുത്ത് കിടത്തിയിട്ട് പോയി. കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്താ നടന്ന കഥ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആണ് കാര്യങ്ങൾ, ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. എന്നാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, പണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലൊരു വിശേഷം നടന്നപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ആഹാരം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ശകടത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ അമ്മ കൊണ്ടു കിടത്തി. അതഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്തന സങ്കുലാരവൈഃ വിമിശ്രമസ്രാവി ഭവത് സമീപതഃ പരിസ്ഫുടർദാരു ചടച്ചടാരവാം. തതോ ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്തന സങ്കാലരവൈഃ വിമിശ്രമസ്രാവി ഭവത് സമീപതഃ പരിസ്ഫുടധാരു ചടച്ചടാരവഃ. തതഃ ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്തന സങ്കുല ആരവൈഃ വിമിശ്രം അസ്രാവി ഭവത് സമീപതഃ പരിസ്ഫുടദാരു ചടച്ചടാരവാം. അതിൽ പിന്നെ അങ്ങയുടെ സമീപത്തിൽ നിന്നും 4 ഭാഗത്തു നിന്നും പെട്ടെന്ന് മരങ്ങളുടെ ചടപടാ ശബ്ദം അങ്ങയെ നോക്കിക്കൊള്ളുവാൻ നിയുക്തരായിരിക്കുന്ന ബാലകന്മാരുടെ ഭയന്നുകൊണ്ടുള്ള ആർത്തനങ്ങളാൽ വ്യാകുലമായ ശബ്ദത്തോടുകൂടി ഇടകലർന്ന് കേൾക്കപ്പെട്ടു. അതിൽ പിന്നെ അങ്ങയുടെ സമീപത്തിൽ നിന്നും 4 ഭാഗത്തു നിന്നും പെട്ടെന്ന് മരങ്ങളുടെ ചടച്ചടാ ശബ്ദം അങ്ങയെ നോക്കിക്കൊള്ളുവാൻ നിയുക്തരായിരിക്കുന്ന ബാലകന്മാരുടെ ഭയന്നുകൊണ്ടുള്ള ആർത്തനാദങ്ങളാൽ വ്യാകുലമായ ശബ്ദത്തോടുകൂടി ഇടകലർന്ന് കേൾക്കപ്പെട്ടു. ചടച്ചടാരവം കേൾക്കപ്പെട്ടു. 3ാമത്തെ ശ്ലോകം. തഥാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജപരാവ്രജാംഗനാ ഭവന്തമന്ദം ദദൃശസമന്തതഃ വിനിഷ്പതദ്ദാരുണദാരുമദ്യഗം. തദത്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജപരാവ്രജാംഗനാ ഭവന്തമന്ദദൃശസമന്തതഃ വിനിഷ്പതദ്ദാരുണദാരുമദ്യഗം. തദത്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പിവക്ഷോജപരാവ്രജാംഗനാ ഭവന്തമന്ദദൃശസമന്തതഃ വിനിഷ്പതദ്ദാരുമദ്യഗം. അനന്തരം അത് കേട്ട് പരിഭ്രമിച്ചോടുകയാൽ കിതച്ച് തുളമ്പുന്ന കുജഭാരത്തോടു കൂടിയ ഗോപനാരികൾ ചുറ്റും പൊട്ടിച്ചെതറി വീഴുന്ന ഭയങ്കരങ്ങളായ മരക്കഷണങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങയെ ഗൃഹത്തിനുള്ളിൽ ദർശിച്ചു. അനന്തരം അത് കേട്ട് പരിഭ്രമിച്ചോടുകയാൽ കിതച്ചു തുളുമ്പുന്ന കുജഭാരത്തോടു കൂടിയ ഗോപനാരികൾ ചുറ്റും പൊട്ടിച്ചെതറി വീഴുന്ന ഭയങ്കരങ്ങളായ മരക്കഷണങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങയെ ഗ്രഹത്തിനുള്ളിൽ ദർശിച്ചു. ശകടത്തിനടുത്താണ് കിടത്തിയിരിക്കുന്നത്. പക്ഷേ
ചുറ്റിലുമുള്ള മരങ്ങളെല്ലാം പൊട്ടിച്ചിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ദർശിച്ച ഗോപനാരികളൊക്കെ അവരുടെ തുളുമ്പിക്കൊണ്ടിരിക്കുന്ന കുജഭാരത്തോടു കൂടി ഓടി ഗൃഹത്തിനകത്ത് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ കിടക്കുന്ന ഗൃഹത്തിൽ പ്രവേശിച്ച് നിങ്ങളെ കണ്ടു, അല്ലയോ ഗുരുവായൂരപ്പ, അതല്ലേ നടന്നത് എന്ന് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ശിശൂരഹോ കിം കിമഭിദ്രുതം പ്രതാവിനന്ദ പശുപാച്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ അശ്രുജല ആർദ്രലോചനാः ശിശോഹം കിം കിം അഭൂതിദ്രുതം പ്രതാവ്യനന്ദ പശുപാച്ച ഭൂസുരാः ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ അശ്രുജലാർദ്രലോചനാः ശിശോः അഹോ കിം കിം അഭുത് ഇതി ദ്രുതം പ്രതാപ്യനന്ദ പശുപാച ഭൂസുരാः ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ അശ്രുജലാർദ്രലോചനാः ശിശോരുഹോ കിം കിമഭുത് ഇതി ദ്രുതം പ്രതാപ്യനന്ദ പശുപാച ഭൂസുരാः ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ അശ്രുജലാർദ്രലോചനാः. നന്ദഗോപനും പശുപന്മാരും വിപ്രന്മാരും അയ്യോ അയ്യോ ശിശുവിന് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി വന്ന് യശോദയാൽ എടുക്കപ്പെട്ടിരുന്ന അങ്ങയെ നോക്കിയിട്ട് കണ്ണീരിൽ നിറഞ്ഞ നേത്രങ്ങളോട് കൂടിയവളായി വഴിപോലെ ആശ്വസിച്ചു. നന്ദഗോപനും പശുപന്മാരും വിപ്രന്മാരും അയ്യോ ശിശുവിന് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി വന്ന് യശോദയാൽ എടുക്കപ്പെട്ടിരുന്ന അങ്ങയെ നോക്കിയിട്ട് കണ്ണീരിൽ നിന്ന നേത്രങ്ങളോട് കൂടിയവളായി വഴിപോലെ എല്ലാവരും ആശ്വസിച്ചു. 5-ാമത്തെ ശ്ലോകം. കസ്കന കൗദസ്കുതയേഷ വിസ്മയഃ കസ്കന കൗദസ്കുതയേഷ വിസ്മയഃ വിസങ്കടം യത് സകടം വിപാടിതം ന കാരണം കിഞ്ചിത് ഹൈതി തേ സ്ഥിതാഃ സനാസികദത്തകരാഃ തുദിക്ഷകാഃ കസ്കഃ ന കൗദസ്കുതയേഷ വിസ്മയഃ വിസങ്കടം യത് സകടം വിപാടിതം ന കാരണം കിഞ്ചിത് ഹൈതി തേ സ്ഥിതാഃ സ്വനാസികാദത്തകരാഃ തുദിക്ഷകാഃ കസ്കഃ नु कदकौस्तुकयेष विस्मयः विसङ्गडं यत् सकटं विपाडितं न कारणं किञ्चिदिह इति ते स्थिताः स्वनासिकादत्तकराः त्वतिक्षकाः. कस्कः न कौदस्कुतः एष विस्मयः विसङ्गडं यच्च कटं विपाडितं न कारणं किञ्चिदिह इति ते स्थिताः स्वनासिकादत्तकारस्तदीक्षकाः. कस्को नु कौलस्कुत एष विस्मयो विसङ्गडं यच्च कटं विपाटितं न कारणं किञ्चिदेहि ते स्थिताः स्वनासिकादत्तकरास्त्वदीक्षकाः. कस्को न कौलस्कुत एष विस्मयः विसङ्गडं यत् सकटं विपाटितं न कारणं किञ्चिदिह इति ते स्थिताः സ്വനാസികാദത്തകരാതുദീക്ഷകാः. ഇത് എന്ത് തന്നെയാണ്, ആശ്ചര്യകരം തന്നെ. ഇത് എവിടെ നിന്നുണ്ടായി? യാതൊന്നിനാലാണ് വിശാലമായ ഈ വണ്ടി ഇടിച്ച് തകർക്കപ്പെട്ടത്? ഇതിന് കാരണം യാതൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അവർ അങ്ങയെ നോക്കുന്നവരായി തങ്ങളുടെ മൂക്കിൽ മേൽ വിരൽ വെച്ചുകൊണ്ട് നിന്നു. ഇതെന്ത് തന്നെയാണ്, ആശ്ചര്യകരം തന്നെ. ഇതെവിടെ നിന്നുണ്ടായി? യാതൊന്നിലാണ് വിശാലമായ ഈ വണ്ടി ഇടിച്ച് തകർക്കപ്പെട്ടത്? ഇതിന് കാരണം യാതൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അവർ അങ്ങയെ നോക്കുന്നവരായി തങ്ങളുടെ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് നിന്നു. 5 ശ്ലോകങ്ങളും ചേർത്ത് വായിക്കാം. 42-ാമത്തെ ദശകം ശകടാസുരവധം. കഥാപി ജന്മർക്ഷദിനേ തവ പ്രഭു നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുര മഹാനസഃ ത്വാം സവിതേ നിധായസ മഹാനസാധൗ നവൃതേ വ്രജേശ്വരീ. കഥാപി ജന്മർക്ഷദിനേ തവ പ്രഭു നിയന്ത്രിതജ്ഞാതിവധൂ മഹീസുര മഹാനസഃ ത്വാം സവിതേ നിധായസ മഹാനസാധൗ വവൃതേ വ്രജേശ്വരീ. തദബ്ബവത്രാണനിയുക്തബാലക പ്രഭീതി സംക്രന്ദന സങ്കുല ആരവൈഃ വിമിശ്രമസ്രാവിഭവത്സമീപതഃ പരിസ്ഫുടദ്ധാര ചടച്ചടാരവഃ.
തദഹത്തത് ആകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജഭരാവ്രജാംഗനാः ഭവന്തമന്തദൃശു സമന്തതഃ വിനിഷ്പതദ്ധാരുണദാരുമദ്യഗം ശിശോः കിം കിമഭൂതിരി ദ്രുതം പ്രതാപിനന്ദ പശുപാഠ च भूसुराः भवन्तमालोके शोधयादृतं समाशुसन् अश्रुजलार्द्रलोचनाः कस्कः नु कौस्तुकः एष विस्मयः विसङ्कटं यत् सकटं विपाटितं न कारणं किञ्चिदिह तीरे स्थिताः न स्वाह्यं न स्वनासिका दत्तकराः तत् इक्षकाः कस्कः नु कौदस्कुतः एष विस्मयः विसङ्कटं यत् सकटं विपाटितं न कारणं किञ्चिदिह इति ते स्थिताः स्वनासिका दत्तकराः तद् इक्षिकाः। ओम नमो भगवते वासुदेवाय।